ഇനി അടുത്തത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് കൂടി പറഞ്ഞുതരാം. അതായത് സ സ രി രി ഗ രി രി ഗ ഗ മ ഗ ഗ മ മ പ മ മ പ പ ധ പ പ ധ ധ നി ധ ധ നി നി സ സ സ നി നി ധ നി നി ധ ധ പ ധ ധ പ പ മ പ പ മ മ ഗ മ മ ഗ ഗ രി ഗ ഗ രി രി സ. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പാടി നോക്കിയാൽ മതി. ഒന്നുകൂടി പാടും കേട്ടോ. സ സ രി രി ഗ ഗ മ ഗ ഗ മ മ പ മ മ പ പ ധ പ പ ധ ധ നി ധ ധ നി നി സ സ സ നി നി ധ നി നി ധ ധ പ ധ ധ പ പ മ പ പ മ മ ഗ മ മ ഗ ഗ രി ഗ ഗ രി രി സ. ഇതാണ്. അപ്പോൾ അത് എന്താക്കണം? സ്പീഡ് കൂട്ടണം. ഒക്കെ നമ്മളിങ്ങനെ സ്പീഡ് കൂട്ടി 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 അങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. നോക്കി നോക്കൂ. സ സ രി രി ഗ ഗ മ മ പ മ പ പ ധ പ ധ ധ നി ധ ധ നി നി സ സ സ നി നി ധ ധ ധ പ ധ ധ പ പ മ പ മ മ ഗ ഗ ഗ രി രി സ. കണ്ടോ? അപ്പം അത് സ്പീഡ് കൂട്ടുന്തോറും നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വരങ്ങൾ ആദ്യം സ്പീഡ് കുറച്ചും പിന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടി 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 കൊണ്ടുവരണം കേട്ടോ.